ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിൽ തങ്ങളല്ലെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് നല്ല അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാജീവ്. അങ്ങനെ രാജീവിൻ്റെ മുന്നിലേക്ക് ആ ഗുണ്ടേനെ കൊണ്ടുവരികയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ രാജീവ് അരുണും ഷോക്ക് ആവുന്നുണ്ട്. അപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ഇവരെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള വരവാണെന്ന്. എന്നാലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ഗുണ്ട എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ പുറത്ത് തന്നെ അയാളെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ രാജീവ് തൻ്റെ അഭിനയം കാഴ്ചവെക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, സുധീഷേ ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളാരും ബുദ്ധിമുട്ടേണ്ട, എന്തായാലും ഇവൻ ഇങ്ങനെ ഒരു പണി ചെയ്യാൻ പാടില്ലല്ലോ. അത് കേട്ടപ്പോൾ സുധീഷ് ഹോ ഹോ എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സുഭാഷ് രാജീവിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് രാജീവിനെ ദഹിപ്പിച്ച് നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ രാജീവ് പതറുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, സുധീഷ് എങ്ങനെ രക്ഷപ്പെട്ടു, സുധീഷിൻ്റെ കൂടെ എന്താ ഇവരെല്ലാവരും എന്നൊക്കെയുള്ള 100,000 ചിന്ത. പിന്നെ ഇവരൊക്കെ എന്താ ഇങ്ങനെ തൻ്റെ അച്ഛനോടും ഏട്ടനോടും ബിഹേവ് ചെയ്യുന്നത് ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ രാജീവ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ്, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അത് കേട്ടപ്പോൾ സുഭാഷ് കടുപ്പിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇവളെ ഇങ്ങോട്ട് അയച്ചത്, എന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാമോ? അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇങ്ങനെയൊന്നും സംസാരിച്ചാൽ പോരാ അയാളോട്, ഇത്തിരി നേരം കൂടെ നമ്മൾ വൈകിരുന്നെങ്കിൽ സുധീഷ് ഏട്ടൻ്റെ ബോഡി ആവും കിട്ടുക, അതുകൊണ്ട് ഇയാളോട് ഇങ്ങനെയൊന്നും സംസാരിച്ചാൽ പോരാ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ടപ്പോഴേക്ക് രാജീവ് തൻ്റെ അഭിനയം അടിപൊളിയായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ മോനെ നീ പറയുന്നത്, നീ എന്തെങ്ങനെ സംസാരിക്കുന്നത്, ഇതെല്ലാം കണ്ടും കേട്ടും നിധിക്കും അടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷ്, എന്താ നീ ഇങ്ങനെ പറയുന്നത്, എന്താ സുഭാഷ് ഏട്ടാ, നിങ്ങളൊക്കെ എന്താ ഇവിടെ, എന്താ കാര്യം, എനിക്ക് അറിയണം, എന്നോട് പറ അച്ഛാ, എന്താ അങ്ങനെയൊക്കെ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ രാജീവിനൊരു ഉത്തരം പറയാനില്ല കേട്ടോ. രാജീവ് മോളെ മോളെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, ഏടത്തി എല്ലാത്തിനും കാരണം ഏടത്തിൻ്റെ അച്ഛനാ. അത് കേട്ടപ്പോൾ നിധി ഷോക്കാവാണ്. അച്ഛനോ? അതേ ഏടത്തി, എല്ലാത്തിനും കാരണം ഏടത്തിയുടെ അച്ഛനാ. സുധീഷേട്ടൻ്റെ കയ്യിൽ പണവും സ്വർണവും കൊടുത്തിട്ട് അത് മറ്റുള്ള ഗുണ്ടകളെ കൊണ്ട് തട്ടിയടിപ്പിച്ച് സുധീഷേട്ടനെ കൊണ്ടുപോയി കെട്ടിയിട്ട് അടിച്ചതൊക്കെ ഏടത്തിയുടെ അച്ഛൻ തന്നെയാണ്. അത് കേട്ടപ്പോൾ നിധി ഷോക്കാവാണ് കേട്ടോ. അരുണാണെങ്കിൽ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ള അവസ്ഥയിലാണ്. അരുണും ഹേമയും രാജീവും. സാന്ദ്രയ്ക്കാണെങ്കിൽ ഒന്നും അറിയില്ല, അവളൊക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന മാതിരി ഷോക്കാവാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്തിനച്ഛൻ അങ്ങനെ ചെയ്തേ? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്തിനാണെന്നറിയോ, ഏടത്തിനെയും സുധീഷേട്ടനെയും തമ്മിൽ പിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ചെയ്തത്. ഏടത്തീനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് കൊണ്ടുവരണം, അപ്പോഴേക്കും നിങ്ങളുടെ ബന്ധം ഒഴിവാവണം, അതാണ് നിങ്ങളുടെ അച്ഛൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് സുധീഷേട്ടൻ ഇങ്ങനെ ചെയ്തത്. ഇത് ഏടത്തിയുടെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും പ്ലാനാണ്, മനസ്സിലായോ? ഇപ്പം അവർ കൈയോടെ പിടിച്ചപ്പോൾ അവർ പ്ലേറ്റ് മാറി കളിക്കുക എന്നൊക്കെ നികേഷ് പറയാണ് കേട്ടോ. നിധിയാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അവൾ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ആയിട്ട് അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആണോ അച്ഛാ, ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തത്? അത് കേട്ടപ്പോൾ രാജുവിന് മറുപടി കൊടുക്കാനില്ല കേട്ടോ. എന്നിരുന്നാലും പറയുന്നുണ്ട്, വീണ്ടും അഭിനയമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അച്ഛൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പോഴേക്ക് സുധീഷിന് പുച്ഛം വരികയാണ് കേട്ടോ. അങ്ങനെ അവൻ പറയുന്നുണ്ട്, ഓ നിങ്ങൾ വീണ്ടും ഉരുണ്ട് കളിക്കുകയാണല്ലോ, ഇതെല്ലാം ചെയ്യാനായിരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ എന്നോട് വെല്ലുവിളിച്ചേ? അത് കേട്ടപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്ത് വെല്ലുവിളി? അപ്പോഴേക്കും രാജീവിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ട് കേട്ടോ. രാജീവാകെ വിറയ്ക്കാണ്, തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. നിധി ആണെങ്കിൽ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് വെല്ലുവിളി, പറ സുധീഷ, എന്നോട് പറയൂ. അപ്പോഴേക്കും രാജീവ് സുധീഷെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പറയും. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോടന്ന് വെല്ലുവിളിച്ചതല്ലേ, നിധീനെയും എന്നെയും പിരിപ്പിക്കും, അതും ഒരാഴ്ചയ്ക്കുള്ളിൽ അവൾ ഇവിടെ വന്നിരിക്കും എന്നൊക്കെയല്ലേ നിങ്ങൾ വെല്ലുവിളിച്ചേ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തോ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന്. പക്ഷേ അച്ഛനും മകനും കൂടെ എന്നെ കൊല്ലാൻ നോക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതെല്ലാം കേട്ടപ്പോഴേക്കും നിധി വല്ലാതെ ആവാണ് കേട്ടോ. അവൾക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവൾ അച്ഛനെ കൂർപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, മോളെ ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാൻ നിൽക്കല്ലേ മോളെ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ പറയുന്നത് വിശ്വസിക്കില്ലേ ദയവേത്. പക്ഷെ അവൾ കടുപ്പിച്ച് നോക്കുകയാണ് കേട്ടോ രാജീവിനെ. അപ്പോഴേക്കും രാജീവ് ഹേമയോട് പറയുന്നുണ്ട്, ഹേമയെ മോളൊന്ന് അകത്തേക്ക് കൊണ്ടുപോയി, അവൾ ആകെ വല്ലാതിരിക്കുകയാണ്, അവളൊന്ന് കൂളാവട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് അരുണിനോട് പറയുന്നുണ്ട്, അരുണെ അവളൊന്ന് പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നത്. അങ്ങനെ അരുൺ അവളെ പിടിക്കാൻ വന്നപ്പോഴേക്കും അവൾ കൈ തട്ടിറിയുന്നുണ്ട്, എന്നെ തൊട്ടു പോകരുത് എന്നവൾ ദേഷ്യത്തോടെ പറയാൻ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയണം, എന്താ സുധീഷ് നടന്നത്, എല്ലാം നീ ഇപ്പോൾ തന്നെ പറ, കാറിൽ വെച്ച് എന്താ സംഭവിച്ചത്, എല്ലാം എനിക്കറിയണം. അത് കേട്ടപ്പോൾ രാജീവ് പെട്ടെന്ന് ഷോക്കാവാണ്. കാരണം സുധീഷ് എല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ രാജീവിനെ നിധി വെറുക്കില്ലേ, പിന്നെ അവർ വെല്ലുവിളിച്ച കാര്യങ്ങളൊന്നും നടത്താനും പറ്റില്ല, അവൾ ഇവിടുന്ന് എന്നേക്കായിട്ട് പോവുകയും ചെയ്യും. എല്ലാം കൂടെ രാജീവിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ. സുധീഷ് ആണെങ്കിൽ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നിധിനോടും എല്ലാവരോടും കൂടെ ആയിട്ട് അവിടുന്ന് പറയാണ് കേട്ടോ. രാജീവ് തന്നെ വെല്ലുവിളിച്ചതും നിധി ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വീട്ടിൽ വന്നിരിക്കും, അന്ന് തുടങ്ങും നിൻ്റെ കഷ്ടകാലം എന്നൊക്കെ രാജീവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ വിളിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നിധി വളരെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടെ കേട്ടോണ്ടിരിക്കും. കാരണം അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ അച്ഛൻ അന്ന് വീട്ടിലേക്ക് വന്നതും സ്നേഹത്തോടെ സംസാരിച്ചതും ക്ഷമിച്ചു എന്ന് പറഞ്ഞതും സുധീഷിനെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമായിരുന്നു. കാരണം തൻ്റെ അച്ഛൻ പഴയ പോലെയല്ല, ഒരുപാട് മാറി, തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നൊക്കെ അവൾ വിചാരിച്ചു. പക്ഷെ അതെല്ലാം ഒരു അഭിനയം മാത്രമാണെന്ന് അവൾ തിരിച്ചറിയുമ്പോൾ അവൾ ആകെ വല്ലാതായി പോവാണ് കേട്ടോ. സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, അത് മാത്രമല്ല
ഇവിടെ ഞാൻ വന്നപ്പോൾ അവരെന്നെ എന്തൊക്കെ രീതിയിൽ അവമാനിച്ചെന്നറിയാമോ? പക്ഷെ അതെല്ലാം ഞാൻ സഹിച്ചു. എന്തിനാ? നിനക്ക് ഇവരെ കൂടെ കൂടുമ്പോഴുള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഞാനായിട്ട് കളയണ്ടെന്ന് വിചാരിച്ചു. അത് കേട്ടപ്പോൾ നിധി വല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷേ, എന്ത് രീതിക്കാണ് അവർ നിന്നെ അപമാനിച്ചേ, അത് പറ എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ബാക്കിയുള്ളവരൊക്കെ പേടിക്കുകയാണ് കേട്ടോ. പക്ഷേ മറ്റു മൂവരുണ്ടല്ലോ, നികേഷും അരീഷ് സുഭാഷും, അവരൊക്കെ പല്ല് കടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുക. അത്രയ്ക്കും ദേഷ്യം അവർക്ക് വരുന്നുണ്ട് കേട്ടോ സുധീഷ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട് അവരപമാനിച്ച കാര്യങ്ങളൊക്കെ. താൻ വേറൊരു ഡ്രൈവറാടോ ഞങ്ങൾക്ക്, നീ നിലത്തിരിക്കാൻ നോക്ക്, നീ ഞങ്ങളുടെ കൂടെ സോഫയിൽ ഇരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് ഓരോ രീതിക്കും അവൻ അപമാനിച്ച ഓരോ കാര്യങ്ങൾ അവൻ പറയുമ്പോൾ നിധി ആകെ വല്ലാത്തൊരു ഭാവത്തോടെ ഇട്ടത് കേട്ടിരിക്കുന്നത്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, കയ്യിൽ സ്വർണവും പണവും തന്നയച്ചപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി, പക്ഷേ അവർ ഇത്രത്തോളം എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ഞാൻ വിചാരിച്ചില്ല നിധി എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും രാജീവിൻ്റെ കൺട്രോൾ മൊത്തം പോയിട്ട് രാജീവ് നിർത്തടാ, അവൻ്റെ ഒരു അഭിനയം, എവിടുന്ന് ഒരാളെ കൊണ്ടുവന്ന് ഞങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കരുതിയോ, നിർത്തടാ നിങ്ങളുടെ നാടകം എന്ന് പറഞ്ഞിട്ട് അലറുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ ഹരീഷിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, തെളിവല്ലേ നിങ്ങൾക്ക് വേണ്ടത്, കാണിച്ചു തരാം, തെളിവ് ഇപ്പം തന്നെ തരാം എന്നും പറഞ്ഞിട്ട് ആ ഗുണ്ടേനെ പിടിച്ചിട്ട്, നീ അല്ലടാ വലിയൊരു തെളിവ്, നീ പറ, നടന്ന സംഭവങ്ങൾ മൊത്തം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കുമെന്ന് പറയാണ്. അതോടുകൂടെ രാജീവിൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ സുധീഷ് നടന്ന സംഭവങ്ങൾ മൊത്തം വള്ളി പുള്ളി തെറ്റാതെ പറയാണ് കേട്ടോ. അങ്ങനെ അടിച്ച് പരവശനായിട്ട് ആ ഗുണ്ട സത്യങ്ങൾ പറയാണ്, എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത് രാജീവ് ശങ്കർ സാറാണ് പറഞ്ഞത് അവൻ്റെ കയ്യിൽ സ്വർണ്ണവും പണവും ഉണ്ട്, അത് മോഷ്ടിക്കണം, എന്നിട്ട് അവനെ കൊണ്ടുപോകണമെന്ന്. അത് കേൾക്കുമ്പോൾ അവർ ഷോക്കാവാണ് കേട്ടോ ആ സമയത്ത് എല്ലാവരും. അതായത് എന്തൊരു അഭിനയമായിരുന്നു നിധിയുടെ അച്ഛൻ അവിടെ വന്നപ്പം. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ സുഭാഷ് ഏട്ടൻ അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അയാൾക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടെന്നും തൻ്റെ അനിയനെ അഭയപ്പെടുത്താൻ ശ്രമിച്ചെന്നൊന്നും അവർ വിചാരിച്ചില്ലല്ലോ. അങ്ങനെ സുധീഷ് ആ ഗുണ്ടേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ എന്നെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞതാരാ? അപ്പോൾ ഗുണ്ട പറയുന്നുണ്ട്, അരുൺ സാറ്. അത് കേട്ടപ്പോൾ സുധീഷ് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവിടുന്ന് നിങ്ങളെ പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞത് ആരെങ്കിലും തേടി വരുന്നു പേടിച്ചിട്ടാണ്, എന്നിട്ട് മാറ്റിക്കളഞ്ഞ സ്ഥലത്ത് നിന്ന് നിങ്ങളെ തട്ടാനാണ് പറഞ്ഞത്. അതും കൂടെ കേട്ടപ്പോൾ അവർ വല്ലാതെ ഷോക്കാവാണ് കേട്ടോ. അങ്ങനെ സുധീഷ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിധി ആകെ ഷോക്കാവാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധ സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം അവൾ കാരണം ഇത്രയും പ്രശ്നം ഈ കുടുംബത്തിന് ഉണ്ടാവുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, അതും തൻ്റെ അച്ഛൻ കാരണം. എന്നിട്ട് സുധീഷ് പിന്നെയും പറയുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇവനെ കിട്ടി, ഇവനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ പറഞ്ഞുണ്ടാക്കിയിരുന്നു ആ സ്വർണവും പണവും മോഷ്ടിക്കാനായിട്ട് ഞാൻ നടത്തിയ നാടകമായിരുന്നു എന്ന്. അപ്പോഴേക്കും രാജീവ് നിധീനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വീണ്ടും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളെ അവൻ പറയുന്നത് വിശ്വസിക്കില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, നിനക്കറിയില്ലേ, നീ അവനെ ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങി, പക്ഷേ എന്നെ അങ്ങനെ ഇല്ലല്ലോ, ഞാൻ നിൻ്റെ അച്ഛനല്ലേ മോളെ, എന്നെ വിശ്വസിക്കുക. മതി, നിർത്ത്, നിങ്ങൾ എന്നോട് സംസാരിക്കാനേ വരരുത്. നിങ്ങൾ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചെന്നറിയോ? നിങ്ങളൊരു മനുഷ്യനാണ്, ഒരാളെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നത്. ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെയല്ല വിചാരിച്ചത്. നിങ്ങൾക്ക് സ്നേഹമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നോട് സ്നേഹത്തോടു കൂടി വന്നപ്പോൾ അച്ഛൻ മാറി എന്നെ മനസ്സിലാക്കിയെന്ന്. പക്ഷേ നിങ്ങൾക്ക് വെറും പകയും ദുരഭിമാനം മാത്രമുള്ളത് എന്നൊക്കെ പറഞ്ഞ അവൾ അച്ഛനെ ഷൗട്ട് ചെയ്യാണ് കേട്ടോ. ഇമ്മാതിരി ഒരു വൃത്തികെട്ട നാടകം കളിച്ച് ഈ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിക്കാൻ നിങ്ങൾ നോക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നവൾ പറയുമ്പോഴേക്കും അരുൺ അവളോട് പറയുന്നുണ്ട്, നിധി നീ എന്ത് ഈ പറയുന്നത്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഈ ചെയ്തത്, അപ്പോൾ നീ ഒന്ന് മനസ്സിലാക്ക്, ഇവിടെ വന്ന് 4 ദിവസം നീ എന്ത് ഹാപ്പി ആയിരുന്നു, ഇനിയും നിനക്ക് കുപ്പയിൽ പോയി കിടക്കണോ? അത് കേട്ടപ്പോൾ സുഭാഷും സുധീഷും ഹരീഷും നികേഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരുടെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അരുൺ അത്രയൊക്കെ പറഞ്ഞപ്പോൾ അവൾ ചോദിച്ച ചോദ്യം അരുണിൻ്റെ വായ അടപ്പിച്ചു കേട്ടോ. അല്ല, നിങ്ങളുടെ കാലിന് വയ്യായിരുന്നല്ലോ, ഇപ്പം എന്തേ ഉളുക്കൊക്കെ മാറിയോ? അത് കേട്ടപ്പോൾ സുധീഷ് അരുണിനെ നോക്കി ചിരി ചിരിക്കാണ് കേട്ടോ. ഞങ്ങൾ വിജയിച്ചു എന്നുള്ളൊരു സൂചനയാണ് ആ ചിരിയിൽ കാണാൻ പറ്റുന്നത്. നിർത്തിക്കോ നിങ്ങളുടെ ചീപ്പ് നാടകം, ഇങ്ങനൊരു ചീപ്പ് നാടകം നിങ്ങൾ കളിക്കുന്നതെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് അവൾ അച്ഛനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ കൊല്ലാനും മറക്കില്ലല്ലോ, അത്രത്തോളം അതപ്പതിച്ചല്ലോ നിങ്ങളുടെ സ്വഭാവമെല്ലാം. അത് കേട്ടപ്പോൾ രാജീവ് പതറുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, നിധി വാക്കുകൾ സൂക്ഷിച്ച്, സൗണ്ട് ഡെറിയിട്ടാണ് പറയുന്നത്. അപ്പോഴും അവളുടെ ദേഷ്യം കുറയുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും അതപ്പതിച്ചു പോയോ എൻ്റെ അച്ഛൻ, ഒരാളെ കൊല്ലാൻ വരെ നിങ്ങൾക്ക് കഴിയുന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ എനിക്ക് കാണണ്ട, എനിക്ക് നിങ്ങളൊക്കെ കാണുന്നത് തന്നെ പേടിയാണ്, നിങ്ങൾക്ക് എപ്പോഴും വലുത് നിങ്ങളുടെ അഭിമാനവും പണവും എല്ലാം ആണ്, അതിനിടയിൽ മറ്റുള്ളവരുടെ സന്തോഷം ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നല്ല ഹാപ്പി ആയിരിക്കും, കാരണം നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനോട് ഫ്രണ്ട്സിനോടൊക്കെ പറയാലോ എൻ്റെ മകൾ തിരിച്ചു വന്നെന്ന്. ഇതിനൊക്കെ വേണ്ടിയല്ലേ നിങ്ങളിങ്ങനെ ഒരു ചീപ്പ് നാടകം കളിച്ചത്. രാജീവാണെങ്കിൽ നിധിനോട് പറയുന്നുണ്ട്, മോളെ ഞാൻ ഒന്ന് പറയുന്ന കേൾക്ക് നിധി മോളെ. പക്ഷെ അവൾ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ രാജീവ് വീണ്ടും ചോദിക്കുമ്പോൾ അവൾ
പൊട്ടിത്തെറിക്കുകയാണ്. എനിക്ക് കേൾക്കണം, എനിക്ക് നിങ്ങളെ കാണുന്നതിൻ്റെ ഭയമാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന നിമിഷം ഓർത്ത് എനിക്ക് വിഷമം ദേഷ്യം വരികയാണ് നിങ്ങളോട്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നുണ്ട്. വേണ്ട, ഇനി ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളെ വേണ്ട, ഇനി നിങ്ങളാരെയും വേണ്ട. അച്ഛൻ, അമ്മ, ചേട്ടെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് ഇനി നിങ്ങളാരെങ്കിലും വന്ന് നോക്കട്ടെ, അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാൻ ആരാണെന്ന്. ഇനി മുതൽ നമ്മളൊന്നല്ല, ഞാൻ വേറെ നിങ്ങൾ വേറെ എന്നും പറഞ്ഞ് അവിടെ ദേഷ്യത്തോട് കൂടെ റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോഴേക്കും ഹേമ ആകെ തകരുന്നുണ്ട്. ഹേമ, രാജീവേട്ട നമ്മുടെ മോള് എന്നൊക്കെ പറയുന്നുണ്ട്. രാജീവാണെങ്കിൽ മരവിച്ച് നിൽക്കുകയാണ്. കാരണം തൻ്റെ മകളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ഒരു നാടകം കളിച്ചത്. അത് തനിക്ക് തന്നെ വിനയായി തീർന്നു. അതോടുകൂടി രാജീവ് ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ. അകത്ത് പോയ നിധി പുറത്തേക്ക് വന്നപ്പോൾ കയ്യിൽ ബാഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവൾ പോകാമെന്ന് അവരോട് പറയാണ്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഇവരൊക്കെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്, സാക്ഷി വരെയുണ്ട്, ഒരാളെ കടത്തിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച കേസല്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം പോലീസ് കേസായി കഴിഞ്ഞാൽ എന്തായാലും അരുണും രാജീവും കുടുങ്ങുമല്ലോ. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതൊക്കെ ഉള്ളത് അവരനുഭവിച്ചോളും, അനുഭവിക്കാൻ എന്തായാലും പോവില്ലല്ലോ, മോളെ വാ നമുക്ക് പോകാമെന്ന് പറയാണ്. അപ്പോഴേക്ക് രാജീവ് അവളെ വിളിക്കുന്നുണ്ട്, നിധി ഒന്നവിടെ നിന്നേ. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ രാജീവിൻ്റെ അടുത്തേക്ക്. ഇനിയിപ്പോൾ അടുത്ത എന്താ അയാൾ ഒപ്പിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ളവർ. അങ്ങനെ രാജീവ് നിധിനോട് പറയുന്നുണ്ട്, നിധി നീ ചെയ്യുന്ന തെറ്റാണ്, ഇതിന് നീ അനുഭവിക്കും, നോക്കിക്കോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. നിങ്ങളുടെ കൂടെ ഞാൻ കുറേ കാലം ജീവിച്ചു, പക്ഷേ ഇവരുടെ കൂടെ കുറച്ച് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇവരെയാണ് അറിയാം. ഇനിയിപ്പോൾ ഞാൻ ഗതികെട്ട് ചാവേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങോട്ട് വരില്ല, ഈ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. എന്തായാലും ഇവിടുത്തേക്കാട്ടി സന്തോഷം എനിക്ക് ആ വീട്ടിലുണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ. അവൾ ഈ ഡയലോഗൊക്കെ പറയുമ്പോൾ സുധീഷിന് ഭയങ്കര അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അവന് സന്തോഷമുണ്ട്. സുധീഷിന് മാത്രമല്ല, ഹരീഷിനും സുഭാഷിനും നികേഷിനും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നിധി അവരോടൊക്കെ സോറി പറയുന്നുണ്ട്, ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത്, സോറി സുഭാഷ് ഏട്ടാ സോറി. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതിന് നീ എന്ത് പഴിച്ചു മോളെ, അതൊന്നും സാരമില്ല, അത് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം, നമ്മൾ എന്ത് ചെയ്യാനാ, എന്തായാലും നിങ്ങൾ രണ്ടുപേരും തിരിച്ചു കിട്ടിയില്ല, അത് മതി. അങ്ങനെ അവർ പോകാൻ നേരത്ത് സുധീഷ് പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ഏട്ടാ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോയിട്ട് തനിക്ക് കിട്ടിയ അടികൾ ഓരോന്നും ഓർത്തിട്ട് അരുണിൻ്റെ മുഖത്തും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അരുണാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് അവനെ മാറ്റാൻ ശ്രമിച്ചിട്ടും സുധീഷ് അവരെയൊക്കെ തൻ്റെ വാക്കിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് അരുണിനെ നെരിവട്ടം അടിക്കുന്നുണ്ട്. അരുണിനെ അടിക്കുന്ന കണ്ടപ്പോൾ രാജീവ് സുധീഷിനെ അടിക്കാൻ വരുമ്പോൾ സുധീഷ് രാജീവിനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിധിയുടെ അച്ഛനാണെന്ന് ഓർത്തിട്ടല്ല, പ്രായത്തിന് മൂത്ത ആളെന്ന് ഓർത്തിട്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. അന്ന് അവളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കത്തിച്ചപ്പോൾ നിങ്ങൾ ഈ ബൾബ് തല അടിച്ച് പൊട്ടിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നും പറഞ്ഞിട്ട് രാജീവിൻ്റെ കൈ തിരിക്കുമ്പോഴേക്കും അരുൺ ഓടി വന്നിട്ട് അച്ഛനെ തൊടുന്നോടാ എന്ന് പറഞ്ഞ് സുധീഷിനെ അടിക്കാനാകുമ്പോൾ സുധീഷ് അവനെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊക്കെ ഈ ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചല്ലേ ശീലമുള്ളൂ, പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അവരോട് ചൂടാവുന്നുണ്ട്. ഹേമയും സാന്ദ്രയൊക്കെ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അവരൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനെ തട്ടിക്കൊണ്ട് പോകാനെടുത്ത കാറില്ലേ അതിൻ്റെ കീയും എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കാർ ഞാനങ്ങ് കൊണ്ടുപോകാം എൻ്റെ വീട്ടിലേക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡ്രൈവറെ വിട്ടടിപ്പിച്ചോ, അതിനുള്ള ധൈര്യം ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവരോട് എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അവൻ അവരോട് ആ കാർ എടുത്ത കാര്യം പറയുന്നുണ്ട്, ഈ കാറിൽ തന്നെ നിധിനെ കൊണ്ടുപോകാം, ഇതിലെല്ലാം അവരെന്നെ തട്ടിയെടുക്കാൻ നോക്കി, നമുക്കിതിൽ വീട്ടിലേക്ക് പോകാം അല്ലേ നിധി എന്നൊക്കെ പറയണം. അപ്പോഴേക്ക് സുഭാഷ് പറയുന്നുണ്ട്, എടാ അതൊക്കെ വേണോ, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ. അത് കേട്ടപ്പോൾ നികേഷും ഹരീഷും പറയുന്നുണ്ട്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, അത് നമ്മുടെ അവകാശമല്ലേ, അതെന്തായാലും നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയിൽ പോയിക്കോ, ഞാൻ എൻ്റെ വണ്ടി എടുത്ത് വരാം എന്നൊക്കെ ഹരീഷ് പറയാണ് കേട്ടോ. അപ്പോഴും സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ വലിയ പ്രശ്നമാവും, എന്തിനാ വെറുതെ ഓരോ പ്രശ്നം. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്ത് പ്രശ്നം സുഭാഷ് ഏട്ടാ, നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം, എന്തായാലും അവരും കുറച്ച് ബുദ്ധിമുട്ടട്ടെ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതാണ് അവർ കുറച്ച് ബുദ്ധിമുട്ടട്ടെ, അവർ വേണമെങ്കിൽ അവിടെ വന്ന് കാർ എടുത്ത് പോയിക്കോട്ടെ, അതിനുള്ള ധൈര്യം ഉണ്ടോ നമുക്ക് നോക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇപ്പം നമ്മുടെ വേവ് ലെങ്ത് ഒക്കെ റെഡി ആയി വരുന്നുണ്ടല്ലേ എന്ന്. അത് കേട്ടപ്പോൾ സുധീഷിനൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവർ വണ്ടിയിൽ കയറുകയാണ്. അങ്ങനെ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അവൾ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ചേട്ടനത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തെ? അപ്പോൾ അവൾ കരയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സോറി സുഭാഷ് ചേട്ടാ, അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഇത്രത്തോളം ദുഷ്ടനായിട്ടാണ് എൻ്റെ അച്ഛൻ ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സുഭാഷ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടി കരയാണ്. അച്ഛൻ എന്നെ തിരഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അച്ഛനെ വിശ്വസിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നതോട് കൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.